രാജ്യം കണ്ട ഏറ്റവും വലിയ ദുരന്തത്തിനിടയിലും രാഷ്ട്രീയം പറയുകയാണ് ഇടത് നേതാക്കൾ. വയനാട് ദുരന്തത്തിന്റെ രക്ഷാദൌത്യത്തിനിടെ രാജ്യസഭയിൽ ബ്രിട്ടാസിന് പിന്നാലെ റഹീം എംപിയുടെ രാഷ്ട്രീയ കളിയാണ് കണ്ടത്. കേന്ദ്ര സർക്കാർ ശരിയായ മുന്നറിയിപ്പ് നൽകിയില്ലെന്നും മുൻകരുതൽ എടുത്തില്ലെന്നുമായിരുന്നു റഹീമിന്റെ ആരോപണം. ഇതിന് പിന്നാലെ കൃത്യമായ രേഖകളുടെ അടിസ്ഥാനത്തിൽ കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ നൽകിയ മറുപടിയിലൂടെ സംസ്ഥാന സർക്കാർ കടുത്ത പ്രതിരോധത്തിലായി. രാഷ്ട്രീയം സംസാരിക്കേണ്ട സമയമല്ലിത് എന്ന മുഖവുരയോടെയായിരുന്നു അമിത്ഷാ കാര്യങ്ങൾ വിശദീകരിച്ചു കൊടുത്തത്. ദുരന്ത സാധ്യതാ മുന്നറിയിപ്പ് ഒരാഴ്ച മുൻപ് തന്നെ കേന്ദ്രം ആവർത്തിച്ചു നൽകിയിട്ടും സംസ്ഥാനം അത് പാലിക്കാത്തതാണ് വലിയ ആൾനാശത്തിന് കാരണമായതെന്നാണ് അമിത്ഷാ പാർലമെന്റിൽ വ്യക്തമാക്കിയത്. മണ്ണിടിച്ചിലിനും ഉരുൾപൊട്ടലിനും സാധ്യതയുണ്ടെന്നും അറിയിച്ചിട്ടും ആളുകളെ ഒഴിപ്പിക്കുന്നതിൽ കേരള സർക്കാർ വലിയ വിട്ടുവീഴ്ച വരുത്തിയതായും അദ്ദേഹം ചൂണ്ടിക്കാട്ടി. അമിത്ഷായുടെ മറുപടി വലിയ ചർച്ചകൾക്കാണ് വഴിവെച്ചത്. ഇതിന് പിന്നാലെ പരസ്പരം പഴി ചാരേണ്ട സമയമല്ലെന്ന് പറഞ്ഞാണ് ഗുരുതരമായ വീഴ്ച മറയ്ക്കാനായി മുഖ്യമന്ത്രി പിണറായി വിജയൻ ശ്രമിച്ചത്. കേന്ദ്ര സർക്കാരിന് വീഴ്ച സംഭവിച്ചുവെന്നും കൃത്യമായ കാലാവസ്ഥാ മുന്നറിയിപ്പ് നൽകിയിരുന്നില്ലെന്നുമുള്ള വിമർശനങ്ങൾ ഇടത് എംപിമാർ ഉയർത്തിയതിന്റെ പശ്ചാത്തലത്തിലാണ് അമിത്ഷാ ഇക്കാര്യം പാർലമെന്റിൽ വിശദീകരിച്ചത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെയും ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെയും നിർദ്ദേശപ്രകാരം കേന്ദ്രമന്ത്രി ജോർജ് കുര്യൻ പ്രദേശത്ത് ക്യാമ്പ് ചെയ്താണ് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾക്കെല്ലാം നേതൃത്വം നൽകുന്നതും അത് ഏകോപിപ്പിക്കുന്നതും. കേന്ദ്ര സേനകളുടെയൊക്കെ രക്ഷാദൌത്യത്തിന്റെ ചുമതല ജോർജ് കുര്യൻ തന്നെയാണ്. അദ്ദേഹം അവിടെ നിലകൊണ്ടുകൊണ്ടാണ് എല്ലാ കാര്യങ്ങളും കേന്ദ്രത്തിലേക്ക് അപ്പപ്പോൾ എത്തിച്ചുകൊണ്ടിരിക്കുന്നത്. രാജ്യം കണ്ടതിൽ ഏറ്റവും വലിയ പ്രകൃതി ദുരന്തങ്ങളിൽ ഒന്നാണ് വയനാട്ടിൽ സംഭവിച്ചതെന്ന് ഇപ്പോൾ സൈന്യത്തിന്റെ കേരള കർണാടക ചുമതലയുള്ള മേജർ ജനറൽ വിനോദ് ടി മാത്യു പറയുകയാണ്. ഇത്രയും ദൂരത്തിലും വ്യാപ്തിയിലും വലിയ അളവിൽ പ്രദേശങ്ങൾ മണ്ണിനടിയിലാകുന്നത് ഇതിനു മുൻപ് ഉണ്ടായിട്ടില്ലെന്നാണ് സൈന്യം വിലയിരുത്തുന്നത്. ഉത്തരാഖണ്ഡിൽ അടക്കം രക്ഷാപ്രവർത്തനം നടത്തിയിട്ടുള്ള സംഘമാണ് വിനോദ് മാത്യുവിന്റെ നേതൃത്വത്തിലുള്ളത്. ഇത്രയും വ്യാപ്തിയിൽ 3 വലിയ പ്രദേശങ്ങൾ പ്രകൃതി ദുരന്തത്തിന് ഇരയായതും ഇത്രയും മനുഷ്യർ മരണപ്പെടുന്നതും ഇതാദ്യമായാണെന്നാണ് വിനോദ് മാത്യു പറയുന്നത്. പുഞ്ചിരിമട്ടം, മുണ്ടക്കൈ, ചൂരൽമല എന്നീ ഗ്രാമങ്ങൾ പൂർണ്ണമായും നശിച്ചു കഴിഞ്ഞു. ഉരുൾപൊട്ടലിന്റെ പ്രഭവ കേന്ദ്രമായ പുഞ്ചിരിമട്ടത്തു നിന്ന് ആളുകളെ മാറ്റിപ്പാർപ്പിച്ചെങ്കിലും 20 പേർ അവിടെ കുടുങ്ങിയിരുന്നു. വനത്തിലൂടെയും പുഴയിലൂടെയും ദുർഘടമായ പാതയിലൂടെ സഞ്ചരിച്ചെത്തിയ സൈന്യം ഉയരത്തിൽ നിന്ന് സാഹസികമായി ഇറങ്ങിയാണ് ഇവരെയൊക്കെ രക്ഷപ്പെടുത്തിയത്. ബെയിലി പാലത്തിന്റെ നിർമ്മാണം പൂർത്തിയാകുന്നതോടെ യന്ത്രസഹായത്തോടെയുള്ള രക്ഷാപ്രവർത്തനം ദ്രുതഗതിയിലാക്കാനാകും. രാത്രി വൈകിയും നിർമ്മാണവുമായി മുന്നോട്ട് പോയതിനാലാണ് പാലം നിർമ്മാണം അതിവേഗത്തിൽ പൂർത്തീകരിക്കാനായത് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. പുതിയ പാലം നിർമ്മിക്കുന്നതുവരെ ഈ ബെയിലി പാലം നിലനിർത്താനാണ് സൈന്യത്തിന്റെ തീരുമാനമെന്നും മേജർ ജനറൽ വിനോദ് മാത്യു വ്യക്തമാക്കിയിട്ടുണ്ട്. കൂടുതൽ സൈനികർ രക്ഷാപ്രവർത്തനത്തിന്റെ ഭാഗമാകുമെന്നും അദ്ദേഹം പറഞ്ഞു. ബംഗളൂരുവിൽ നിന്ന് റോഡ് മാർഗത്തിലൂടെയാണ് പാലത്തിന്റെ ഭാഗങ്ങളിൽ എത്തിച്ചത്. ഇന്നലെ ഉച്ചയോടെ സാമഗ്രികൾ എത്തി. രാപ്പകലില്ലാതെ കഠിന അധ്വാനം ചെയ്താണ് പാലം യാഥാർത്ഥ്യമാക്കിയത്. മദ്രാസ് എഞ്ചിനീയറിംഗ് ഗ്രൂപ്പാണ് നിർമ്മാണത്തിൽ ഏർപ്പെട്ടത്. ഏതായാലും സൈന്യങ്ങളും കരനാവിക സേനകൾ എല്ലാവരും അടക്കം ഇപ്പോൾ കൈമെയ് മറന്നുകൊണ്ട് വയനാട്ടിൽ വലിയ രീതിയിൽ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു, രക്ഷാപ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്നു എന്ന കാര്യങ്ങളാണ് ഇതിൽ നിന്നും പുറത്തു വരുന്നത്. ഏകദേശം 300 കവിഞ്ഞ് മരണമെത്തിയിട്ടുണ്ട്. വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തം ലോകത്തിന്റെ തന്നെ മുഴുവൻ ശ്രദ്ധയിലേക്ക് പെട്ടിരിക്കുകയാണ്. ഇപ്പോൾ ലോകരാജ്യങ്ങൾ ദുരന്തത്തിൽ അനുശോചനം രേഖപ്പെടുത്തി രംഗത്ത് വന്നിരിക്കുകയാണ്. US-ഉം റഷ്യയും ചൈന, തുർക്കി, ഇറാൻ തുടങ്ങിയ രാജ്യങ്ങളാണ് വയനാടിന്റെ ദുഃഖത്തിൽ ഐക്യദാർഢ്യം രേഖപ്പെടുത്തിയിട്ടിരിക്കുന്നത്. കേരളത്തിലെ വയനാട് ജില്ലയിൽ അടുത്തിടെ ഉണ്ടായ ഉരുൾപൊട്ടൽ അഗാധമായ ദുഃഖം രേഖപ്പെടുത്തുന്നുവെന്നാണ് US സ്റ്റേറ്റ് ഡിപ്പാർട്ട്മെന്റ് എക്സിൽ കുറിച്ചിരിക്കുന്നത്. കേരളത്തിലെ ഉരുൾപൊട്ടൽ ദാരുണമെന്നും അനുശോചനം അറിയിക്കുന്നുവെന്നും റഷ്യൻ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ രാഷ്ട്രപതി ദ്രൗപദി മുർമുവിനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്കും അയച്ച സന്ദേശത്തിലും പറഞ്ഞു. കേരളത്തിലെ ഉരുൾപൊട്ടൽ ദാരുണമാണ്. ദുരന്തത്തിൽ ആത്മാർത്ഥമായ അനുശോചനം അറിയിക്കുന്നുവെന്നും മരിച്ചവരുടെ ബന്ധുക്കൾക്ക് എല്ലാവിധ പിന്തുണയും, പരിക്കേറ്റ എല്ലാവരും വേഗം സുഖം പ്രാപിക്കട്ടെ എന്നുമായിരുന്നു റഷ്യൻ പ്രസിഡന്റിന്റെ സന്ദേശം. സംഭവത്തിൽ ചൈനയും അഗാധമായ ദുഃഖം അറിയിച്ചിരിക്കുകയാണ്. ഏതായാലും 300 കവിഞ്ഞ മരണം എത്തിയിരിക്കുന്നു. ഇപ്പോൾ ദേശീയ ദുരന്തമായി തന്നെ വയനാടിനെ പ്രഖ്യാപിക്കേണ്ട ഒരു സ്ഥിതിഗതികളിലേക്ക് കാര്യങ്ങൾ എത്തുന്നു. ഇപ്പോഴും രക്ഷാപ്രവർത്തനങ്ങൾ വയനാട്ടിൽ ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. കേന്ദ്ര സേനകളും സംയുക്തമായി തന്നെ നാട്ടുകാരും ഒക്കെ ചേർന്നുകൊണ്ട് അവിടുത്തെ രക്ഷാപ്രവർത്തനങ്ങൾ നടക്കുന്നു. ഇനിയും ഒരുപാട് പേർ കുടുങ്ങിക്കിടക്കുന്നു. അവരെയൊക്കെ രക്ഷപ്പെടുത്തി
സേഫ് ആയിട്ടുള്ള സ്ഥലങ്ങളിലേക്ക് എത്തിക്കാനുള്ള ശ്രമങ്ങളാണ് ഇപ്പോഴും നടത്തിക്കൊണ്ടിരിക്കുന്നത്. സൈന്യത്തിന്റെ വലിയൊരു പിന്തുണയാണ് ഇതിന്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ആ സമയത്ത് രാഷ്ട്രീയം പറയാനോ അല്ലെങ്കിൽ എ റഹീമിനെ ബ്രിട്ടാസിനെ പോലെയുള്ളവർ ഇത്തരത്തിൽ രാജ്യസഭയിൽ രാഷ്ട്രീയം പറയുന്നത് വളരെ ദൗർഭാഗ്യകരമായ കാര്യമാണെന്ന് പറയാതിരിക്കാൻ വയ്യ. രക്ഷാപ്രവർത്തനങ്ങളും വലിയ രീതിയിലുള്ള സജ്ജീകരണങ്ങളും ഒക്കെ അവിടെ ഒരുക്കിയിട്ടാണ് ഇപ്പോൾ വലിയ രീതിയിൽ രക്ഷാപ്രവർത്തനം ഏകോപിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്.